നബി വാക്യം: അസൂയയും വിശ്വാസവും സത്യവിശ്വാസവും ഒരാളിൽ ഒരിക്കലും ഒരുമിച്ച് കൂടുകയില്ല. മറ്റൊരു നബിവാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: പരസ്പരം അസൂയ വെക്കാത്തിടത്തോളം കാലം ജനങ്ങൾ നന്മയിലായിരിക്കും. അസൂയയെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ നിർവചിച്ചത് ഇങ്ങനെയാണ്: മറ്റൊരാളുടെ ഭാഗ്യം കാണുമ്പോഴുള്ള വേദനയാണത്. അസന്തുഷ്ടിയുടെ ഏറ്റവും ശക്തമായ കാരണങ്ങളിലൊന്നാണ് അസൂയ എന്ന് ബെർട്രാൻഡ് റസ്സലും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാളുടെ നേട്ടത്തിൽ അസ്വസ്ഥമാകുന്ന മനസ്സിൻ്റെ ഉടമകളാണ് അസൂയാവാഹകർ. ഒരാൾക്ക് നന്മയും ഉയർച്ചയും അഭിവൃദ്ധിയും കൈവരുമ്പോൾ പല്ലുഞെരിക്കുകയും അവനോട് എന്തെന്നില്ലാത്ത ദേഷ്യപ്പെടുകയും സ്വയം ശപിക്കുകയും ചെയ്യുക ആണ് ഈ കൂട്ടർ. ഇത്തരക്കാർക്ക് മനസ്സിന് ഒരു സ്വസ്ഥതയും ശാന്തിയും ഉണ്ടാവുകയില്ല. തൻ്റെ നിലയിലുള്ള ഒരാൾ പഠനത്തിലൂടെയോ അല്ലെങ്കിൽ ഉദ്യോഗത്തിലൂടെയോ ബിസിനസ്സിലൂടെയോ ഉയർന്നു വരുമ്പോൾ താൻ താഴ്ന്നുപോയി എന്ന അപകർഷതാബോധത്തിൽ നിന്നാണ് ഈ അസൂയ ഉണ്ടാകുന്നത്. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അവരെ അഭിനന്ദിക്കുവാനും പ്രശംസിക്കുവാനുമുള്ള മനസ്സിൻ്റെ ഉടമകളാകാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അസൂയ ഇല്ലാത്തവർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. മനുഷ്യാരംഭം മുതലേ അസൂയയും ഉടലെടുത്തിട്ടുണ്ട് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അസൂയക്കാരൻ്റെ മനസ്സ് കലുഷവികാരങ്ങളാൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ അവന് സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. പ്രവാചകൻ തിരുമേനി പറഞ്ഞത്: വിശന്ന 2 ചെന്നായ്ക്കളെ ഒരു ആട്ടിൻപറ്റത്തിലേക്ക് വിട്ടാൽ അവ ആ ആട്ടിൻപറ്റത്തിലുണ്ടാക്കുന്നതിനേക്കാൾ നാശം അസൂയക്കാരൻ മൂലം ഉണ്ടാകും. തീർച്ചയായും അസൂയ മനുഷ്യൻ്റെ നന്മകളെ, പുണ്യകർമ്മങ്ങളെ നശിപ്പിക്കുന്നു. അഗ്നി വിറകിനെ തിന്നു നശിപ്പിക്കുന്നത് പോലെ. അസൂയാരുക്കളിൽ നിന്ന് മറ്റുള്ളവർക്ക് കൂടി ഉപദ്രവം ഉണ്ടാകുന്നതിനാൽ അവൻ്റെ തിന്മയിൽ നിന്നും ദോഷത്തിൽ നിന്നും ദൈവത്തിൽ അഭയം തേടണം എന്ന് ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാവർക്കും ഒരേപോലെയല്ല അനുഗ്രഹങ്ങളും കഴിവുകളും ദൈവം നൽകിയിട്ടുള്ളത്. ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും അതേപോലെ തന്നെ സാമ്പത്തികമായൊക്കെ വ്യത്യസ്ത നിലകളിലാണ് ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ തനിക്കില്ലാത്തത് നേടിയെടുക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം എന്നാണ് ദൈവിക കൽപ്പന. പ്രവാചകൻ പറഞ്ഞു: മറ്റൊരാളുടെ പ്രയാസത്തിൽ നീ ഒരിക്കലും സന്തോഷിക്കരുത്. അങ്ങനെ ചെയ്താൽ ദൈവം അയാളെ അനുഗ്രഹിക്കുകയും നിന്നെ ക്ലേശിപ്പിക്കുകയും ചെയ്യും. ഒരിക്കൽ നബി ശിഷ്യൻ സഅദ് ബിൻ അബി വക്കാസ്, അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് മറ്റുള്ള അനുയായികളോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്താനായിട്ട് വേറൊരു ശിഷ്യൻ 3 ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിഥിയായി താമസിച്ചു. അദ്ദേഹത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ ആരാധനാകർമ്മങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ടോ എന്നതായിരുന്നു ഇദ്ദേഹം നിരീക്ഷിച്ചത്. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം ചോദിച്ചു: നബി എന്തുകൊണ്ടാണ് താങ്കളെപ്പറ്റി അങ്ങനെ പറഞ്ഞത്? അപ്പം അദ്ദേഹം പറഞ്ഞത്: ഞാൻ ആരോടും അസൂയയും കുശുമ്പും ഇല്ലാതെ ആണ് ജീവിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളും നേട്ടങ്ങളും നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കാതെ അതേ അനുഗ്രഹങ്ങൾ തനിക്കും ഉണ്ടാകാൻ ആഗ്രഹിക്കുക എന്നതൊരിക്കലും അസൂയപ്പെട്ടതല്ല. ഈ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരാൾ അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യും. നബിതിരുമേനിയുടെ ഒരു ഉപദേശം ഇതായിരുന്നു: നിങ്ങൾ പരസ്പരം അസൂയയും പകയും വെച്ച് പുലർത്തരുത്, വിദ്വേഷം വെച്ച് പുലർത്തരുത്, പരസ്പര ബന്ധം മുറിക്കരുത്, ദൈവത്തിൻ്റെ ദാസന്മാരായി സാഹോദര്യത്തിൽ ജീവിക്കുക.